ഞങ്ങളെ ചങ്ങാനിയിലൊരു കോമൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസമൊന്നുമില്ല. അവര് അല്ലാഹു തആല ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, ഒരു ഉപദേശവും കേൾക്കണ്ട. ശൈഖുനയുടെ റയീസുൽ ഉലമന്റെ ജീവിതം അങ്ങനെ നോക്കിയാണ്ട് മൂപ്പരെന്തൊക്കെയാ ചെയ്യണം അതേപോലെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പരിപാടി. മൂപ്പരെപ്പോഴാണ് പള്ളിയിൽ കയറണേ? അന്നൊക്കെ മഗ്‌രിബിന്, അന്ന് ജുമുഅത്ത് പള്ളിക്ക് അവരിപ്പോൾ വെയ്യാത്തതുകൊണ്ട് വരേണ്ട മുമ്പ് ഒരു പള്ളി ഉണ്ടാക്കിക്കുക, ഇപ്പോൾ വെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ജുമുഅത്ത് പള്ളിക്ക് മഗ്‌രിബിന് നാട്ടിലുണ്ടെങ്കിൽ മഗ്‌രിബിൻ്റെ അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ പോകും, ഔറാദ് ചൊല്ലി തീർക്കുക. ആ സമയത്ത് തന്നെ ഈ കോമാക്ക് വരും. കോമാക്കാക്ക് എന്താ ഔറാദ്? ഒരു തനി സാധാരണക്കാരനാണ്. പക്ഷേ എപ്പോഴാണ് ഉസ്താദ് വരുന്നത്? ആ സമയത്ത് വരും. എപ്പോഴാണ് ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങുക? അപ്പോഴേ മുപ്പര് ഇറങ്ങുള്ളൂ. ഉസ്താദിൻ്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങൽ ഇശാ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് പിന്നെ വിത്റും നിസ്കരിച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. ആ സമയത്തേ ഈ കോമോക്കെ ഇറങ്ങുള്ളൂ. ഓരോ വക്തിനും ഉസ്താദ് വരേണ്ട കറക്റ്റ് നേരം നോക്കി മുപ്പര് ഇങ്ങനെ വരിക. ഉസ്താദ് എത്ര റക്അത്തൊക്കെ ഇരിക്കുക, അത്ര റക്അത്തൊക്കെ ഇരിക്കുക. ഉസ്താദ് എത്ര നേരം പള്ളിയിലിരിക്കുക, അത്ര നേരം പള്ളിയിലിരിക്കുക. ഇങ്ങനെ ഉസ്താദിനെ കണ്ട് ജീവിച്ച് മൂപ്പര് ഈമാൻ സലാമത്തായിട്ട് മരിച്ച്. ആ മൂപ്പർക്ക് ഈമാൻ സലാമത്തായി ഞാൻ മൂപ്പരെ വൈബ് പറയല്ല, കണ്ടു പറയാണ്. മൂപ്പരെ മരണം നമുക്ക് കാണാൻ പറ്റി. എങ്ങനെയെന്നറിയോ? ഒരു മുഹറം 10-ാം രാവിൽ 9ന്റെ നോമ്പ് തുറന്ന് 10-ാം രാവിൽ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച രാവാണ്. മുഹറം 10-ാം രാവ് വെള്ളിയാഴ്ച രാവ്. ആ വെള്ളിയാഴ്ച രാവ് അതേപോലെ ഇശാവും ഹദ്ദാദും വിത്റും കഴിഞ്ഞ് ഉസ്താദ് ഇറങ്ങുമ്പോൾ അതിൻ്റെ വേക്കിലേ മൂപ്പര് ഇറങ്ങുള്ളൂ, അതിൻ്റെ മുമ്പിൽ ഇറങ്ങിപ്പോരൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ ഉസ്താദിൻ്റെ വേക്കിലപ്പോൾ മൂപ്പര് കോമാക്കാൻ്റെ ഒപ്പം നമ്മളൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഈ കോമാക്ക മക്കളില്ലാത്ത ആളെ, ഭാര്യയുള്ള മക്കളില്ല. ഈ കോമാക്കൾക്ക് രോഗമായി കിടന്നാൽ പ്രയാസമാവും, നോക്കാൻ ആളില്ലല്ലോ. ഈമാൻ സലാമത്താകലിന് വേണ്ടി ഇദ്ദേഹം അങ്ങനെ സലാത്തില്ലിട്ടാണ് പോരല്. ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ മൂപ്പരെ കൂടെ ഉണ്ട്. അങ്ങനെ മൂപ്പര് കൊണ്ട് പോകുന്നു. ഞങ്ങൾ കണ്ട് പിരിയാൻ അടുത്തായ നേരത്ത് മൂപ്പരെന്ത് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാണ്ട് വീഴുക. ആരെ? ഉസ്താദിൻ്റെ മുമ്പ് തന്നെ, ഉസ്താദിൻ്റെ നേരെ വേക്കിൽ മരിച്ചു. അവൻ മരിച്ചു വീണ് നോക്കുമ്പോൾ മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമ്മൾ കേട്ടു. മൂപ്പര് ഈ വിരലിങ്ങനെ പിടിച്ചുകള്, അത്തയ്യാത്തിന് പിടിക്കണമാതിരി. തസ്ബീമാരെ കയ്യിലുണ്ടായിരുന്നു, ഈ വിരലിങ്ങനെ പിടിച്ച്. ഈ തൗഹീദ് അവർ ഈ അവയവം കൊണ്ട്, ബാഹ്യാവയവം കൊണ്ട് പ്രകടിപ്പിച്ചു. നാവ് കൊണ്ട് തഹ്ലീൽ ചൊല്ലി, സലാത്ത് ചൊല്ലുന്നതിനോട് ചേർന്നിട്ട് തഹ്ലീൽ ചൊല്ലി. വെള്ളിയാഴ്ച രാവ്, മുഹറം 10-ാം രാവ് ഈമാൻ സലാമത്തായി മരിക്കാൻ നല്ലൊരു മനുഷ്യനെ, ഒരു ആലിമിനെ മാതൃകയാക്കി ജീവിക്കലേ മൂപ്പർക്ക് വേണ്ടതുള്ളൂ.